ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ അദ്ദറസു സാദിസ് 6ാമത്തെ പാഠമായ ഹബീബുള്ള എന്ന പാഠഭാഗത്തിൻ്റെ റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ കൂടെ നിന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. നമുക്ക് അവൾക്ക് പാഠഭാഗം എടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രാമത്തെ പാഠാണ്? അദ്ദറസു സാദിസ്. അപ്പോൾ ഞാൻ പാഠം ഒന്ന് വായിക്കുക, ശ്രദ്ധിക്കുക. പാഠത്തുനിന്ന് അടയാളപ്പെടുത്തേണ്ട ചോദ്യങ്ങളൊക്കെ അപ്പം പറയും, മനസ്സിലാക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൗർ മലയുടെ മുകളിലെത്തി. എവിടെ എത്തിയത്? സൗർ മലയുടെ മുകളിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ കയറി അടിച്ചു വാരി വൃത്തിയാക്കി. കൈവശമുള്ള വസ്ത്രം കീറി അകത്തുള്ള മാളങ്ങളെല്ലാം അടച്ചു. അതായത് സൗർ ഗുഹയിൽ കുറേ മാളങ്ങൾ ഉണ്ടായിരുന്നു. ആ മാളങ്ങളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു വസ്ത്രം കീറിയിട്ട് മാളങ്ങളൊക്കെ അടച്ചു. മനസ്സിലായ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അകത്തേക്ക് ആനയിച്ചു. അകത്തേക്ക് ആനയിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുണിക്കഷ്ണം തികയാതിരുന്നതിനാൽ അടയ്ക്കാതെ വിട്ട ഒരു മാളത്തിൽ കാലിൻ്റെ പെരുവിരൽ തിരുകി വെച്ചു. അതായത് ഒരു മാള അടയ്ക്കാനും തുണിക്കഷ്ണം തികഞ്ഞില്ല. അപ്പം അവിടെ പെരുവിരൽ വെച്ചിട്ട് അടച്ച്, കാലിൻ്റെ പെരുവിരൽ വെച്ചിട്ട് ആ മാള അടച്ച്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെരുവിരലിന് ആ മാളത്തിൽ നിന്ന് ഉഗ്രവിഷമുള്ള ഒരു സർപ്പം കൊത്തി. കഠിനമായ വേദന. പക്ഷേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കത്തിന് ഭംഗം വരുമെന്ന് കരുതി അദ്ദേഹം ഇളകിയില്ല. എന്നാൽ വേദന സഹിക്കാനാവാതെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നമ്മൾ ഇളകിയിട്ടോ കരയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്തായി? കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോൾ ഒരു കണ്ണുനീർത്തുള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടി തല വെച്ച് കിടക്കല്ല, മുഖത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് വീണു. അപ്പൊ കണ്ണുനീർത്തുള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഇറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് കരയുന്നത്? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യം പറയും. അപ്പോൾ വിവരം അറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടി. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടി. വിഷം ഇറങ്ങി വേദന ശമിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വേദന ശമിച്ചു, വിഷം ഇറങ്ങി. എങ്ങനെ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടി, വിഷം ഇറങ്ങി, വേദന ശമിച്ചു. ഉസ്താദ് പറയും, എന്താ പറഞ്ഞത്? സഹാബികളുടെ പ്രവാചക സ്നേഹം ഇങ്ങനെയായിരുന്നു. അതായത് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതിന് ഇതൊരു ഉദാഹരണമാണ്. ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്താത്തത്. മനസ്സിലായില്ല? അവർ എല്ലാറ്റിനേക്കാളും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. എല്ലാറ്റിനേക്കാളും എന്നുദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂനു അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. അതായത് മാതാപിതാക്കൾ, സന്താനങ്ങൾ, ജനങ്ങൾ എന്നിവരെക്കാളെല്ലാം എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും സത്യവിശ്വാസിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതായത് മാതാപിതാക്കൾ, പിന്നെന്താ, മറ്റു ജനങ്ങൾ, സ്വന്തം സന്താനങ്ങൾ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അതിനേക്കാളൊക്കെ കൂടുതൽ ആരെ സ്നേഹിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കാം. സഹാബികൾ ഇത് ജീവിതത്തിൽ പകർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെയാണ് അവർ സ്നേഹിച്ചതും ബഹുമാനിച്ചതും ഒക്കെ. മനസ്സിലായില്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അണു അളവ് വിടാതെ പിന്തുടരാൻ പ്രവാചക സ്നേഹം അവരെ പ്രേരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും അണു അളവ് വിടാതെ പിന്തുടരാൻ പ്രവാചക സ്നേഹം അവരെ പ്രേരിപ്പിച്ചു. മനസ്സിലായില്ലേ? അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾക്കുള്ള ഒരു സ്നേഹത്തിൻ്റെതാണ് പറയുന്നത്. മനസ്സിലാക്കുക. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിലേക്ക് വരികയായിരുന്നു. അപ്പൊ പള്ളിയുടെ പുറത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് നബവിയിലല്ലേ, അപ്പൊ മസ്ജിദ് നബവിയിൽ പള്ളിൻ്റെ ഉള്ളിൽ ആളുകളുണ്ട്, സഹാബാക്കളുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സഹാബാക്കളും മസ്ജിദ് നബവി പള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം സദസ്യരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ പുറത്ത് ഉണ്ടായിരുന്ന ഇബ്നു റവാഹ അദ്ദേഹം ഇത് കേട്ട് അദ്ദേഹം എത്തിയ സ്ഥലത്ത് തന്നെ ഇരുന്നു. ആരാണ് ഈ മഹാനെ, ഈ സഹാബി ആരാണ്? ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗം നിർത്തിയ ശേഷമാണ്. അപ്പോൾ ഇബ്നു റവാഹ പ്രസംഗം നിർത്തിയ ശേഷം എഴുന്നേറ്റു പോയി. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചതിനുള്ള ഓരോ ഉദാഹരണമാണ് ഇതൊക്കെ. മനസ്സിലായില്ല? പിന്നെന്താ പറയുന്നത്? ഉംറ ചെയ്യാൻ സഹാബികളോടൊപ്പം മക്കയിലേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ ഹുദൈബിയയിൽ തടഞ്ഞു. ഉംറക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ഹുദൈബിയയിൽ വെച്ചിട്ട് മക്കക്കാർ തടഞ്ഞു. നബിയോടും സഹാബികളോടും തിരിച്ചു പോകാൻ അവർ ആവശ്യപ്പെട്ടു. പിന്നീട് സന്ധി സംഭാഷണത്തിന് വേണ്ടി ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖാഫിയെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും കണ്ട ഉർവത്ത് അത്ഭുതപ്പെട്ടു. ഖുറൈശികളുടെ അടുത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ പേരുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഹുദൈബിയയിൽ തടഞ്ഞു, ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖാഫിയെ അയച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇബ്നു റവാഹ ഒക്കെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്താണ് അവിടെ ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖാഫി കണ്ടത്? ഖുറൈശികളോട് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഞാൻ കിസ്ര രാജാവിനെ സന്ദർശിച്ചിട്ടുണ്ട്, കൈസർ രാജാവിനെ സന്ദർശിച്ചിട്ടുണ്ട്, പല രാജാക്കന്മാരുടെയും സദസ്സിൽ ചെന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലമയെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അനുയായികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെ, കിസ്ര രാജാവിനെ സന്ദർശിച്ചിട്ടുണ്ട്, കൈസർ രാജാവിനെയും സന്ദർശിച്ചിട്ടുണ്ട്, പല രാജാക്കന്മാരുടെയും സദസ്സിൽ ചെന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അനുയായികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉർവത്ത് ഇബ്നു സഖാഫി ഖുറൈശികളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളു എടുക്കുന്ന വെള്ളം കിട്ടാൻ സഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നു. അദ്ദേഹം കണ്ടത് പറയുകയാണ്. മനസ്സിലായില്ലേ? ഒളു എടുക്കുന്ന വെള്ളം കിട്ടാൻ സഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നു. ആ വെള്ളം കൊണ്ട് അവര് ശരീരത്തിലും മുഖത്തും തടവുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് അവര് കൈകളിൽ എടുക്കുന്നു, ശരീരത്തിൽ പുരട്ടുന്നു. സംസാരം ശ്രദ്ധയോടെ കേൾക്കുന്നു. ബഹുമാനാധിക്യം കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കുക പോലുമില്ല. ഉർവത്ത് ഇബ്നു സഖാഫി ഖുറൈശികളോട് പോയി പറഞ്ഞതാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ഉസ്താദ് തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ തിരുസുന്നത്തിനെ സംരക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക, അവിടുത്തെ സുന്നത്തിനെ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
മദ്ഹ് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേല് സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എന്താണ് സ്നേഹപ്രകടനങ്ങളാണ്. തുടങ്ങിയവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പ്രധാന വശങ്ങളാണ്. സ്നേഹപ്രകടനത്തിന്റെ പ്രധാന വശങ്ങളാണ്. എന്താ പറയാ? സ്നേഹപ്രകടനത്തിന്റെ പ്രധാന വശങ്ങളാണ്. സഹാബികളെ പോലെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കും സ്നേഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. ആമീൻ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ്. അപ്പൊ മനസ്സിലാക്കുക, ഈ ബോക്സിലുള്ളത് അർത്ഥം എഴുതാൻ വരും. മനസ്സിലായില്ല? അപ്പൊ എന്താണ് തദ്രിബാത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? നബി വസല്ലമയെ അനുസരിക്കുക, നബി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ തിരുസുന്നത്തിനെ സംരക്ഷിക്കുക, നബി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക, അവിടുത്തെ സുന്നത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ നബിയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പ്രധാന വശങ്ങളാണ്. അപ്പൊ ആ പാരഗ്രാഫ് മുഴുവനും നന്നായി മനസ്സിലാക്കുക. പരീക്ഷക്ക് ചോദ്യം വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. മനസ്സിലായില്ല? അടുത്തത് എന്താണ്? നുബയ്യിൻ സിയാക്ഷം ഇറങ്ങി വേദന ശമിച്ചു. എന്താണ് സന്ദർഭം? എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും കൊണ്ട് സൗർ ഗുഹയുടെ മുകളിലെത്തി. അപ്പോൾ സൗർ ഗുഹ വൃത്തിയാക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൗർ ഗുഹയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് പാഠഭാഗം പറയുമ്പം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗുഹയിൽ കഴിഞ്ഞതും, അപ്പം പാമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ കൊത്തിയതും. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്ന് എന്താ ചെയ്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിവിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടി വിഷം ഇറങ്ങി വേദന ശമിച്ചു. അടുത്ത ചോദ്യം എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വേദന ശമിച്ചത് എങ്ങനെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട ഉമിനീർ പുരട്ടിയപ്പോൾ വേദന ശമിച്ചു, വിഷം ഇറങ്ങി. അടുത്ത ചോദ്യം എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിലെ ദ്വാരങ്ങൾ അടച്ചത് എങ്ങനെ? കൈവശമുള്ള വസ്ത്രം കീറി അകത്തുള്ള മാളങ്ങളെല്ലാം അടച്ചു. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയുടെ പുറത്തെ വഴിയിൽ ഇരിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു കാരണം? അവിടെ നമ്മളെ പാഠത്ത് പറഞ്ഞു. എന്താണ്? ഇബ്നു റവാഹ മസ്ജിദ് നബവിയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ പള്ളിയുടെ പുറത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് ഇരിക്കാൻ പറയുന്നത് അദ്ദേഹം കേട്ടു. ഇത് കേട്ട് അദ്ദേഹം താൻ എത്തിയ സ്ഥലത്ത് തന്നെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് മുന്നേ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് ഇരിക്കൂ എന്ന് പറയുന്നത് കേട്ടപ്പോൾ താൻ എത്തിയ സ്ഥലത്ത് ഇരുന്ന മഹാൻ ആരാണ്? ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു ആണ്. അടുത്ത ചോദ്യം എന്താണ്? സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനാധിക്യത്തിന് ഒരു ഉദാഹരണം എഴുതാനാണ്. ഒരു ഉദാഹരണം നമ്മൾ പാഠത്തിൽ അവിടെ പറയുന്നുണ്ട് അല്ലെ? എന്താണ് പറഞ്ഞത് അവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴുകുന്ന വെള്ളം കിട്ടാൻ സഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നു. ആ വെള്ളം കൊണ്ട് അവർ ശരീരത്തിലും മുഖത്തും തടവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് അവർ കൈകളിൽ എടുക്കുന്നു, ശരീരത്തിൽ പുരട്ടുന്നു, സംസാരം ശ്രദ്ധയോടെ കേൾക്കുന്നു. ബഹുമാനാധിക്യം കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കുക പോലും ഇല്ല. അപ്പൊ അവിടെ ഒന്ന് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഈ പാഠത്തിൽ നന്നായി മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പ്രധാന വശങ്ങൾ. അത് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരുന്ന ചോദ്യമായിട്ട് വരാം. പിന്നെ അതിൽ പറഞ്ഞ ഇബ്നു റവാഹ
എന്ന സഹാബി ആരാണ്? അദ്ദേഹം എന്താണ് അവിടെ ചെയ്തത്? അതുപോലെ ഖുറൈശികളിൽ നിന്നൊരു പ്രമുഖൻ സന്ധി സംഭാഷണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നില്ലേ? അവരുടെ പേരെന്തായിരുന്നു? ഉർവത്ത് ബിനു മസ്ഊദ് സഖാഫി. ഉർവത്ത് ബിനു മസ്ഊദ് സഖാഫി. അദ്ദേഹം ഖുറൈശികളുടെ അടുത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ പേരുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹം പോയിട്ട് ഖുറൈശികളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.